നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് മലയാളമാണ്. മലയാളത്തിൽ നിന്നും കാ മുതൽ ങ വരെയാണ് പഠിക്കുന്നത്. റെഡിയാണല്ലോ? ഓക്കെ, നിങ്ങൾ വേഗത്തിൽ പോയി ഒരു ബുക്ക് കരുതി വയ്ക്കുക. ബുക്കും പെൻസിലും കരുതുക. വേഗത്തിൽ പോയി എടുത്തേ. ഒരു ബുക്കും പെൻസിലും എടുത്തിട്ട് വരിക. റെഡിയാണല്ലോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. ഏതക്ഷരമാണ്? ക, ക, ഖ, ഗ, ഖ, ങ, ക, ഖ, ഗ, ഖ, ങ. ഇവ ഉപയോഗിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. ഇതെന്താണെന്നറിയാവോ? ഗോതമ്പ്. ഗോതമ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീറ്റ്, ഗോതമ്പ്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക. ഇതാണ് ഗോതമ്പ്. ഗോതമ്പ് എന്ന് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരക്ഷരം എഴുതിയിട്ടില്ല. ആ അക്ഷരം ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക, എഴുതുക. ഗോതമ്പ് എന്ന് എഴുതിയിരിക്കുന്നതിൽ ടീച്ചർ ഇവിടെ ഒരക്ഷരം എഴുതിയിട്ടില്ല. ആ അക്ഷരം ഈ കൂട്ടത്തിലുണ്ട്. അതേത് അക്ഷരമാണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം എഴുതുക. വേഗത്തിൽ എഴുതിയേ. ഇവിടെ എഴുതുവാനുള്ള അക്ഷരം, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് എഴുതുവാനുള്ള അക്ഷരം ഏതാണ്? ടീച്ചർ എന്താണെന്ന് പറഞ്ഞു? ഇത് ഗോതമ്പ്. അപ്പോൾ ഏതക്ഷരമായിരിക്കും വരിക? അതെഴുതുക. ഓക്കെ, ടീച്ചർ പറയട്ടെ. ഗ, ഗോതമ്പ്. ഗ ഏതക്ഷരമായിരുന്നു? ഗ, ഗോതമ്പ്. ഓക്കെ, ഗോതമ്പ് എന്ന് എഴുതിയതിൽ ഗ എന്ന അക്ഷരമാണ് വരിക. ഗ ഏതക്ഷരമാണത്? ഗ. അപ്പോൾ ഗ എന്ന അക്ഷരമാണ് ഈ കാണുന്നത്. ഗ. ഗോതമ്പ് എന്ന് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട ഗ. ഓക്കെ, ഇത് ഏതക്ഷരമാണ്? ഗ. അടുത്ത് നോക്കാം. ഇതെന്താണെന്നറിയാവോ? ഇതാണ് മേഘം. മേഘം എന്ന് എഴുതുമ്പോൾ ദാ ഇവിടെയും ടീച്ചർ ഒരക്ഷരം എഴുതിയിട്ടില്ല. മേഘം എന്ന് എഴുതുമ്പോൾ എഴുതേണ്ട അക്ഷരം ഈ കൂട്ടത്തിലുണ്ട്. കണ്ടുപിടിച്ചെഴുതിക്കോളൂ. മേഘം എന്നെഴുതുമ്പോൾ എഴുതേണ്ട അക്ഷരം, ഇതിൽ ഏതക്ഷരമാണ് മേഘം അവിടെ എഴുതുവാനുള്ളത്? ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക, പറഞ്ഞു നോക്കുക, എന്നിട്ട് ഈ കൂട്ടത്തിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക. മേഘം. ഏത്? ഖ. കായാണോ, ഖായാണോ, ഗായാണോ, ഖായാണോ, ങ്ങായാണോ? ഇനി നിങ്ങൾ ആലോചിക്കൂ, എഴുതൂ. മേഘം. ഏതക്ഷരമാണ് എഴുതുവാനുള്ളത് അത് നിങ്ങളിവിടെ എഴുതുക. അക്ഷരം കണ്ടെത്തിയായിരുന്നോ? എഴുതിയായിരുന്നോ? ഓക്കെ,
കറക്റ്റ് ഉത്തരം നോക്കാം. ഖ ഖ മേഘം മേഘം മേഘം. കറക്റ്റാണോ? ഇതേത് അക്ഷരമാണ്? ഖ ഖ ഖ. മേഘം എന്നെഴുതുവാൻ വേണ്ട ഖ എന്ന അക്ഷരമാണ് മേഘം. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. ഇതാരാണ്? ഇതാണ് കരടി. കരടി കരടി. ഇപ്പോൾ കരടി എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം, കരടി എന്നതിൽ ആദ്യത്തെ അക്ഷരം ടീച്ചറുടെ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്നും കണ്ടെത്തുക, എന്നിട്ട് എഴുതുക. ഇതിൽ കരടി എന്ന് എഴുതുവാൻ ഏത് കായാണ് വേണ്ടത്, കരടി എന്ന് എഴുതുവാൻ വേണ്ട അക്ഷരം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. എഴുതിക്കോളൂ. കരടി. രായും ഡിയും ഉണ്ട്. ആദ്യത്തെ അക്ഷരം കണ്ടുപിടിച്ചെഴുതണം. കരടി. കരടി എന്ന് എഴുതുമ്പോൾ ഇതിൽ ഏത് അക്ഷരമാണ് വേണ്ടത്? വേഗത്തിൽ എഴുതിക്കോളൂ. എഴുതിയിരുന്നോ? ഓക്കെ, കറക്റ്റാണോ നോക്കാം. ക ക കരടി. ക കരടി. ഈ കായാണ്. ക ഇതേത് അക്ഷരമാണ്? ക ക കരടി. ക കരടി. ഓക്കെ, പഠിച്ചില്ലേ? അടുത്ത് നോക്കാം. ഇത് പൂച്ചയാണ്. പൂച്ച എങ്ങനെയാ കരയാ? ങ്യാവ് ങ്യാവ്. അപ്പോൾ ങ്യാവ് ങ്യാവ്. ഏത് അക്ഷരമാണ് ഇവിടെ വേണ്ടത്? ഇതിൽ നിന്നും കണ്ടെത്തി എഴുതിക്കോളൂ. ങ്യാവ്. ടീച്ചർ ഒരു ക്ലൂ തരാം. ങ ങ എന്ന അക്ഷരം കണ്ടെത്തി ഇവിടെ എഴുതുക. ഈ കൂട്ടത്തിൽ നിന്നും ങ എന്ന അക്ഷരം കണ്ടെത്തി ഇവിടെ എഴുതുക. ങ്യാവ്. ങ എന്ന അക്ഷരം കണ്ടെത്തി എഴുതുക. എഴുതിയിരുന്നോ? ഓക്കെ, കറക്റ്റാണോ നോക്കാം. ങ ഇതേത് അക്ഷരമാണ്? ങ ങ ങ. ങ്യാവ് എന്ന് പറയുമ്പോൾ ആദ്യം എഴുതുന്ന ങ, ങ്യാവ്. ങ ഏതാണ് ഈ അക്ഷരം? ങ. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് ഇതെന്താണ്? നഖം. നഖം. നഖം എന്നെഴുതുവാൻ ദാ ഇവിടെ ടീച്ചർ എഴുതിയിട്ടില്ല, ഒരക്ഷരം ഇതിൽ നിന്നും ആവശ്യമാണ്. നഖം എന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ, എഴുതി കംപ്ലീറ്റ് ചെയ്യുവാൻ, പൂർത്തിയാക്കുവാൻ ഇതിൽ നിന്നും ഒരക്ഷരം ആവശ്യമാണ്. നഖം എന്നെഴുതുമ്പോൾ വേണ്ട ഖ ഏതാണ്? നഖം എന്നെഴുതുവാൻ എഴുതേണ്ട ഖ അല്ലെങ്കിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള എഴുതേണ്ട അക്ഷരം ഏതാണ്? വേഗത്തിൽ എഴുതിക്കോളൂ. നഖം. നഖം എന്നെഴുതുവാൻ ഏത് ഖായാണ് വേണ്ടത്? നഖം എന്നെഴുതുവാൻ വേണ്ട ഖ ഏതാണ്? നഖം എന്നെഴുതുവാൻ വേണ്ട ഖ. എഴുതിയായിരുന്നോ? ഓക്കെ, കറക്റ്റാണോ നോക്കാം. ഖ ഖ. കറക്റ്റാണോ? ഖ. ഖ കഴിഞ്ഞുള്ള ഖ. നഖം. ഖ നഖം. ഖ നഖം. ക കരടി. ഖ നഖം. ഗ ഗോതമ്പ്. ഖ മേഘം. ങ ങ്യാവ്. ഓക്കെ, പഠിച്ചുവല്ലോ? ഓക്കെ. Okay children, bye bye. Thank you.